കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് വൈകുന്നേരമാണ് പുകയുയർന്നത്. അത് അത്യാഹിത വിഭാഗത്തിലാകെ പടരുകയും ചെയ്തിരുന്നു. അവിടെ ആ സമയത്ത് ചികിത്സയിലുണ്ടായിരുന്ന 5 രോഗികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആക്ഷേപം ടി സിദ്ദിഖ് MLA ഉന്നയിച്ചത്. 3 പേരുടെ മരണത്തിന് കാരണം പുക ശ്വസിച്ചത് എന്ന ആക്ഷേപവും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ടി സിദ്ദിഖ് MLA ആണ്. അക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണവും വന്നു. 5 പേരുടെയും ആരോഗ്യനില വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. അഭിജിത്ത്, ഏതായാലും ഇപ്പോൾ ആ കെട്ടിടം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഫയർഫോഴ്സിന്റെ അടക്കം ഈ ഫയർ ഫൈറ്റിംഗ് ആക്ടിവിറ്റിയൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? ഇനി വിശദമായൊരു അന്വേഷണം എന്തുകൊണ്ട് പുക ഉയർന്നു എന്ന് സംബന്ധിച്ച് അത് ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ സമയത്ത് ഈ പുക ഉയർന്നത് മുതൽ ഇങ്ങോട്ടേക്ക് മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടവും ഈ ആരോപണം സംബന്ധിച്ച് അതിൻ്റെ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നതിൽ നിർണായകമാകും. തീർച്ചയായും ഗോകുൽ, ഇതിലിപ്പോൾ പ്രിൻസിപ്പൽ നൽകിയൊരു വിശദീകരണം അത് നമുക്ക് വ്യക്തമായി നോക്കുകയാണെങ്കിൽ അദ്ദേഹം 4 മരണങ്ങളുടെ കാര്യം കൃത്യമായി തന്നെ പറയുന്നു. അതിൽ പുക ശ്വസിച്ചുള്ള ഒരു മരണമില്ല, അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു മരണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 4 രോഗികൾ നേരത്തെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിൽ 2 പേരും ഇന്ന് ഉച്ച കഴിഞ്ഞാണ് വന്നത്. ഇവർ ക്യാൻസർ ബാധിതരായിരുന്നു. ന്യൂമോണിയ ഉണ്ടായിരുന്ന ഒരാൾക്ക്, മറ്റൊരു ന്യൂമോണിയ പേഷ്യന്റ് ഉണ്ട്, അവർക്ക് വായിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. കൂടാതെ ലിവർ പേഷ്യന്റ് ഉണ്ട്, ഒപ്പം ഒരാൾ വിഷം കഴിച്ച്. അങ്ങനെ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ 4 പേരെയും നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ അപകടം സംഭവിക്കുമ്പോൾ, ഈ അപകടം സംഭവിച്ചതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഉണ്ടായ മരണമല്ല എന്ന് തന്നെയാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ടി സിദ്ദിഖ് MLA പറഞ്ഞ ഒരു കാര്യം, ഈ പുക ഉയരുന്ന സാഹചര്യത്തിൽ ഈ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് ഇറക്കിയിരുന്നു. ആ സമയത്താണ് ഈ മരണം ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് ടി സിദ്ദിഖ് MLA നേരത്തെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അക്കാര്യം ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുകയാണ്. അങ്ങനെയല്ല ഉണ്ടായതെന്ന് പറയുന്നു. കൂടാതെ ഗോകുൽ സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏതാണ്ട് 8 മണിയോട് അടുപ്പിച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ആദ്യം UPS റൂമിൽ നിന്നൊരു ബഹളം കേൾക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് പുറത്തേക്ക് ഓടി. രോഗികളെ ഉപേക്ഷിച്ച് ഈ ബൈസ്റ്റാൻഡർമാരൊക്കെ പുറത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ അക്കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ്, പുതിയ ഒരു കെട്ടിടമാണ്, PMSSY ബ്ലോക്കാണ്, അവിടെ എങ്ങനെയാണ് ഈ രീതിയിലുള്ളൊരു അപകടമുണ്ടായത്, ഈ UPS ഷോർട്ട് സർക്യൂട്ടായി പുകയുയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്താൻ നിലവിൽ ഇതിനോടകം തന്നെ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. അതിൽ അക്കാര്യം പരിശോധനയ്ക്ക് ശേഷമാകും കൂടുതൽ വ്യക്തത വരിക. ഏതായാലും ഈ ബ്ലോക്കിലുണ്ടായിരുന്നവരെ, ഈ കെട്ടിടത്തിലുണ്ടായിരുന്നവരെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ മണിക്കൂറുകൾക്കകം തന്നെ സാധിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവരെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 34ഓളം പേരാണ് മറ്റ് ആശുപത്രികളിൽ കഴിയുന്നത്. അവരുടെ വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതായത് ഏതൊക്കെ ആശുപത്രികളിലാണ് അവരെ പ്രവേശിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മിംസ് ആശുപത്രിയിൽ 3 പേരുണ്ട്, ബേബിയിൽ 6 പേരുണ്ട്. അങ്ങനെ ബീച്ച് ആശുപത്രിയിലേക്ക് ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്, സഹകരണ ആശുപത്രിയിലേക്ക് ഒരാളെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 34ഓളം പേരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ കോളേജിൽ തന്നെ കൃത്യമായ തരത്തിൽ വാർഡ് ക്രമീകരിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞൊരു കാര്യം, ബീച്ച് ആശുപത്രിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. ഒപ്പം ഇവിടെ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു സംഘത്തെ കൂടി അവിടെ കയക്കും. അവിടെ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ സംഘം അവിടെയുള്ളവരെ സഹായിക്കും. അങ്ങനെ DMOയുടെയും കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഘത്തെ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മെഡിക്കൽ കോളേജിന്റെ ഉൾവശം വൃത്തിയാക്കുന്നതടക്കമുള്ള പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് വളണ്ടിയേഴ്സ് ഏർപ്പെട്ടിട്ടുള്ളത്. അവിടെ പുക നിറഞ്ഞ്, ഒപ്പം തന്നെ ആശുപത്രിയുടെ ഉൾവശം ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിയിരുന്നു. അത് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രോഗികളെ ഒരു പ്രശ്നവുമില്ലാതെ സമീപത്തെ ആശുപത്രികളിലേക്കും ഒപ്പം മെഡിക്കൽ കോളേജിലെ മറ്റ് സൗകര്യങ്ങളിലേക്കും മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോകുൽ, ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ ആ പുകയുയർന്ന ബ്ലോക്കിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക്, 34 രോഗികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക്
മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റ് ബിൽഡിങ്ങിലേക്ക്, ഒപ്പം ബീച്ച് ആശുപത്രിയിലേക്കും, പിന്നെ ചിലർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വകാര്യ ആശുപത്രികളിലേക്കും മാറിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ സംഭവിച്ച 5 മരണങ്ങൾ, അതിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് ടി സിദ്ദിഖ് MLA ആണ് ആരോപണം ഉന്നയിച്ചത്. അതിൽ പുക ശ്വസിച്ചാണ് മരണമുണ്ടായത് എന്ന ആരോപണത്തിലാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം വന്നത്. ആ പ്രതികരണത്തിൽ MLA ആരോപണം പൂർണ്ണമായും തള്ളുകയാണ്. മാത്രമല്ല 2 പേരുടെ മരണം, അത് എന്തുകൊണ്ട് മരണം സംഭവിച്ചു എന്നതിൽ നാളെ പോസ്റ്റ്മോർട്ടത്തിലായിരിക്കും വിശദാംശങ്ങൾ അറിയുക. മറ്റ് 3 പേരുടെ കാര്യത്തിൽ അവരുടെ ബന്ധുക്കളുടെ അനുമതിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്താം എന്നതുമാണ് ഇപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന, മെഡിക്കൽ കോളേജിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം.